എപ്പിസോഡിന്റെ തുടക്കത്തിൽ തൊട്ടേ കാണിക്കുന്നത് ജോബിനാണെങ്കിൽ അടികൊണ്ടിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തേക്കാണ്. അവിടുത്തെ ഡോക്ടർ അവനെ നല്ല രീതിക്ക് ചെക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ പിള്ളേരും മുത്തശ്ശിയും യോയും എല്ലാവരും അവിടെ തന്നെയുണ്ട്. മുത്തശ്ശിയാണെങ്കിൽ ഭയങ്കര ടെൻഷൻസാണ് നിൽക്കുന്നത്. അങ്ങോട്ട് ഡോക്ടർ വന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല, കുറച്ച് ദിവസം കൂടെ കിടക്കട്ടെ, തലയുടെ ബാക്കിലാണ് അടി കിട്ടിയത്, അതുകൊണ്ട് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും ആഫ്റ്റർ ഉണ്ടാവുമെന്ന് നമുക്ക് ചെക്ക് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് നമ്മുടെ ജോമിൻ്റെ അച്ഛൻ അങ്ങോട്ട് ഭയങ്കര വയലൻ്റ് ആയിട്ട് വരുന്നത്. അച്ഛൻ വന്നിട്ട് മുത്തശ്ശീനോട് ഒച്ചെടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇപ്പോൾ സമാധാനമായോ? സ്വന്തം കൊച്ചുമോൻ ഇങ്ങനെ കൊലക്കോ എടുത്തിട്ട് നിങ്ങൾക്ക് നാണാവുന്നില്ലേ? ഞാൻ അവനോട് എത്ര പ്രാവശ്യം പറഞ്ഞതാണ് ഈ ചീഫിൻ്റെ ജോലി വിട്ടിട്ട് മര്യാദക്കുള്ള ജോലി നോക്കാനായിട്ട്. അങ്ങനെ മുത്തശ്ശി അച്ഛനും കൂടി അവിടെ കിടന്ന് തല്ലുപിടിക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ എവയുടെ അമ്മ അങ്ങോട്ട് വരുന്നത്. അമ്മ വന്നിട്ട് പറയുന്നുണ്ട്, ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം നിങ്ങളുടെ ഫ്രണ്ടാണെന്ന്. അവരെല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ആ വലിയ ആളില്ലേ മാസ്റ്റർ, അയാളാണ് ഇതെല്ലാം ചെയ്യുന്നത്. കാരണം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ പ്രൊജക്റ്റ് കിട്ടാത്തതുകൊണ്ടാണ് അയാളിങ്ങനെ ഒരു കുരുനറീനെ പോലെ ഇടക്ക് നിന്ന് കയറി കളിക്കുന്നത്. അതാവുമ്പോൾ അയാളെ ആരും ഡൗട്ട് അടിക്കത്തില്ല, ആ അങ്ങളുടെ തലയിൽ എല്ലാം വെക്കുകയും ചെയ്യാന്ന്. അങ്ങനെ എല്ലാവരും കഴിഞ്ഞിട്ടും യോ മാത്രം പോകുന്നില്ല. കാരണം യോനറിയാം ജോബിനെ ടേക്ക് കെയർ ചെയ്യേണ്ടത് താനാണെന്നുള്ള കാര്യം. അങ്ങനെ രാത്രി ഫുള്ളും യോയോ ജോമിൻ്റെ അടുത്ത് ഭയങ്കര രീതിയിലാണ് കിടന്നുറങ്ങുന്നത്. കാരണം അവന് ഉറക്കം കിട്ടാതെ രാവിലെ എപ്പോഴാണ് ഉറങ്ങുന്നത്. അവൻ രാവിലെ എണീറ്റിട്ട് ഒരു ചായ മേടിക്കാനായിട്ട് പുറത്തേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലേക്ക് ഒരു ചെക്കൻ കയറി വരുന്നത് നമ്മളെ കാണിക്കുന്നത്. ആരാണ് എന്താണ് ഫേസ് പോലും നമ്മളെ കാണിക്കുന്നില്ല. പക്ഷേ അയാൾ പെട്ടെന്ന് തന്നെ നമ്മുടെ യോയിനെ ക്രോസ് ചെയ്തിട്ടാണ് പോകുന്നത്. യോയാണെങ്കിൽ അവൻ്റെ മുഖത്തേക്ക് ഒന്ന് ചെറുതായിട്ട് നോക്കുന്നുണ്ട്. എവിടെയോ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ. അയാൾ വേഗം വന്നിട്ട് നമ്മുടെ ജോമിനെയാണ് തൊട്ട് നോക്കുന്നത്. ജോമാണെങ്കിൽ ഉറക്കത്തിലും ആ ഒരു ഫീലിങ്സ് അറിയുന്നുണ്ട്. അവൻ പയ്യെ കണ്ണൂർന്ന് നോക്കുന്നുണ്ട്, ടീന്ന് വിളിക്കുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത് ജോമിൻ്റെ പണ്ടത്തെ എക്സ് ആയിരുന്നു എന്ന്. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് ജോമിന് ബോധം വരെയാണ്. അവന് എണീക്കാനായിട്ട് തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് യോഗേറി വരുന്നത്. യോഗേറി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താണ് ഇത്ര പെട്ടെന്ന് എണീറ്റോ? ഞാൻ വന്നവരെ വെയിറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നോ എന്ന്? നിനക്ക് കുഴപ്പമെന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കുമ്പോഴേക്കും എനിക്ക് കുഴപ്പമൊന്നുമില്ല, നീ ഓക്കെ ആണെന്ന് യോ തിരിച്ചു ചോദിക്കുന്നുണ്ട്. എനിക്ക് പെടലിയുടെ അവിടെ കുറച്ച് വേദനയുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ഈ സമയം തന്നെ അവൻ്റെ അങ്കിൾ അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, നീ പോലീസിന് മൊഴി കൊടുക്കണം, ഇനി അയാളിങ്ങനെ വിടാൻ പറ്റത്തില്ല, എന്താ നടന്നതെന്ന് വെച്ചാൽ പറഞ്ഞു കൊടുക്കാൻ. ജോമ അതേപോലെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം അവർ വീട്ടിലെത്താണ്. മുത്തശ്ശി അവനെ ഒഴിഞ്ഞക്കിടുന്നുണ്ട്, ഇനി ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന്. അങ്ങനെ എല്ലാവരും കൂടി സംസാരിച്ച് ചിരിച്ച് കളിച്ച് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് തേ വരുന്നത്. തേയെ കാണുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ഞെട്ടുന്നുണ്ട്. നമ്മുടെ തേയാണെങ്കിൽ എല്ലാവർക്കും വിശ്വസൊക്കെ ചെയ്തിട്ടാണ് അകത്തേക്ക് കയറുന്നത്. നമ്മുടെ ജോമു പറയുന്നുണ്ട്, ഇത് തേയാണ് എൻ്റെ സ്കൂളിലെ, അതായത് കോളേജിലെ സ്കൂളിലേക്ക് ഫ്രണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. മുത്തശ്ശിയും അവനെ വെൽക്കം ചെയ്യുന്നുണ്ട്. എവിടെയാണ് വീടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മുടെ കേവിന് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അവളാണെങ്കിൽ ഭയങ്കര ദേഷ്യപ്പെട്ട് ഒരു വൃത്തികെട്ട മുഖം വെച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ്റെ അടുത്ത്. എന്നാണ് ഇവരുടെ ഇടയിൽ സംഭവിച്ചതെന്ന് നമുക്കറിയില്ലല്ലോ. അങ്ങനെ നമ്മുടെ തേ പറയുന്നുണ്ട്, ഞാനിങ്ങോട്ടൊരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് വന്നത്, അതാണ് നിങ്ങളെയൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. രാവിലെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ജോമിന് ബോധം ഉണ്ടായില്ല എന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ പുറകുന്ന ഒരു ഒച്ച കേൾക്കുന്നുണ്ട്, ഡാഡി എന്നുള്ളത്. എല്ലാവരും ശ്രദ്ധിക്കുമ്പോൾ ഒരു കുഞ്ഞിക്കുട്ടിയാണ്. ഇതാരാന്ന് ചോദിക്കുമ്പോൾ ഇതെൻ്റെ മോളാന്ന് അറിയുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ യോയ്ക്കൊന്ന് സമാധാനമാവുന്നത്. അങ്ങനെ എല്ലാവരും കൂടി അവിടുന്ന് അകത്തേക്ക് പോകാണ്. നമ്മുടെ ജോമും തേയും മുത്തശ്ശിയൊക്കെ കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിക്കുട്ടിക്ക് അവിടുത്തെ വെജിറ്റബിൾ ഫാമൊക്കെ ഒന്ന് കാണണം. അതിന് മുത്തശ്ശി സമ്മതിക്കുമെന്നാണ് ചോദിക്കുന്നത്. അതിനെന്താ, ഞാൻ സമ്മതിക്കാമല്ലോ, നാളെ നമുക്ക് ഒരുമിച്ച് പോകാം, ഇന്ന് പോകണ്ട, ഇന്ന് ഇവിടെ ഉള്ളതെല്ലാം കാണാനാണ് പറയുന്നത്. അങ്ങനെ നമ്മുടെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ യോയാണെങ്കിൽ ഇതെല്ലാം പുറകെ നിന്നുകൊണ്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ അടുത്ത് പോകാതെ കേവും കൂടെ കൂടെ തന്നെ അവനെ നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശി ചോദിക്കുകയാണ്, നിന്റെ വൈഫ് എന്തെന്ന്? വൈഫ് ലണ്ടനിലാണെന്ന് പറയുന്നുണ്ട്. എന്നാണ് ഇത്ര കുഞ്ഞു കുട്ടീനെ ഇട്ടിട്ട് ലണ്ടനിലേക്ക് പോയേക്കണേന്ന് ചോദിക്കുമ്പോഴേക്കും അത് വേറൊന്നുമല്ല, അവള് വേറെ കല്യാണം കഴിച്ച് ഹസ്ബൻഡിൻ്റെ ഒപ്പം എന്ന് പറയുന്നുണ്ട്. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, സോറി, എനിക്ക് നിങ്ങളുടെ പാസ്റ്റ് ഒന്നും അറിയില്ലായിരുന്നു, ഞാൻ എന്ത് ചോദ്യമാണ് ചോദിച്ചതെന്ന്. അത് കുഴപ്പമൊന്നുമില്ല, എനിക്കിപ്പോൾ ഇത് ശീലം എന്നാണ് പറയുന്നത്. അങ്ങനെ വർത്തമാനം പറഞ്ഞു കഴിയുമ്പോഴേക്കും നമ്മുടെ ജോമിനോട് കേവോ എന്ന് പറയുന്നുണ്ട്, ഇതൊന്നും അത്ര നല്ലതല്ല, എനിക്ക് ഒന്നും തോന്നുന്നില്ല, അവനിവിടെ റിസർച്ചിൻ്റെയും ജോലിയുടെയൊക്കെ ഭാഗമായിട്ട് വന്നതെന്ന്, നീ ഒന്ന് ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ യോയിനെ നമ്മുടെ പാരൻസ്
ഫ്രണ്ട്സ് വിളിക്കുന്നത്. അവനാണെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അച്ഛൻ പറയുന്നുണ്ട്, എന്തെടുക്കാടാ നീ അവിടെ താമസിച്ച് കഴിഞ്ഞെങ്കിൽ പെട്ടിയൊക്കെ പാക്ക് ചെയ്തു, ബാങ്കോക്കിയിട്ട് തിരിച്ചു വന്നിട്ട് നിനക്ക് US പോകാമെന്ന് പറയുന്നുണ്ട്. അവനാണെങ്കിൽ അതിന് സമ്മതിക്കുന്നില്ല. എനിക്കിപ്പോൾ വരാൻ താല്പര്യമില്ലെന്നാണ് പറയുന്നത്. അച്ഛൻ പറയുന്നുണ്ട്, എന്താണ് നിനക്ക് അവിടെ ആരെങ്കിലും ആയിട്ട് റിലേഷൻഷിപ്പ് ആയോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് അച്ഛന് മനസ്സിലായത് എനിക്കിവിടെ ആരായിട്ടെങ്കിലും റിലേഷൻഷിപ്പ് വന്നു എന്ന്? അത് നീ എൻ്റെ മോനല്ലേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അച്ഛനാണെങ്കിൽ അതിന് ജോമിനെ വിളിക്കാൻ പോവാണ്. അമ്മ വയ്ക്കുന്നുണ്ട്, എന്തിനാണ് ജോമിനെ വിളിക്കുന്നതെന്ന്, അവനല്ലേ നമ്മുടെ മോൻ്റെ കാർഡിയൻ, അപ്പം അവനറിയായിരിക്കും എന്ന് പറയുമ്പോഴേക്കും അത് വേണ്ട, അപ്പം നമ്മുടെ മോന് ഒരു ട്രസ്റ്റ് ഇഷ്യൂ വരും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ യോയാണെങ്കിൽ ജോമിൻ്റെ അടുത്ത് ഫുള്ള് കട്ട കലിപ്പാണ്. ജോമാണെങ്കിൽ വന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് നിന്നോട് സംസാരിക്കണം, എന്നൊക്കെ പുറത്തേക്ക് പോകാമെന്ന്. അന്ന് രാത്രി തന്നെ രണ്ടുപേരും കൂടി ക്യാമ്പ് ഫയർ ഒക്കെ ഇട്ട് പാടത്തിൻ്റെ സൈഡിൽ പോയിരിക്കുകയാണ്. എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് നോക്കുമ്പോഴേക്കും ഇത് നമ്മുടെ ഫസ്റ്റ് ഡേറ്റ് ആണെന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ യോയ്ക്ക് മനസ്സിൽ സന്തോഷം വരുന്നുണ്ട്. കാരണം അത് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നത് ബോയ് ഫ്രണ്ട് ആയി എന്നാണ്. ശരിക്കും നമ്മൾ ബോയ് ഫ്രണ്ട്സ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതേന്ന് പറയുന്നുണ്ട്, എനിക്ക് നിന്റെ എല്ലാ കാര്യവും അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്, അത് പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. തേൻ്റെ എക്സ് ആണ് നിനക്കറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് മാത്രമല്ല, ഞങ്ങൾ ബ്രേക്കപ്പ് ആയത് ജപ്പാനിലേക്ക് പഠിക്കാൻ പോയിരുന്നപ്പോഴേക്കും തേയാണെങ്കിൽ വേറെ പെണ്ണായിട്ട് റിലേഷൻഷിപ്പിലായിട്ട് അബദ്ധവശാൽ അവൾ പ്രഗ്നൻ്റ് ആയി. അങ്ങനെയാണെന്നുള്ള സത്യങ്ങളെല്ലാം നമ്മുടെ യോയിനോട് തുറന്നു പറയുന്നുണ്ട്. നേരെ മറിച്ച് മിനിസ്റ്ററിൻ്റെ കാര്യമാണെങ്കിൽ മിനിസ്റ്ററിനെ അങ്കിൾ വിളിച്ചു ചോദിക്കുന്നുണ്ട്, പൈസ തരാതെ ഒരു പരിപാടിയും നടക്കത്തില്ലെന്ന്. മിനിസ്റ്റർ ആണെങ്കിൽ പറയുന്നുണ്ട്, ഞാൻ എന്തിനാണ് നിനക്ക് പൈസ തരുന്നത്, എനിക്ക് നിന്നെ കൊണ്ടുള്ള ഉപയോഗമൊക്കെ മടുത്തു, അങ്ങനെയാണെങ്കിൽ നിങ്ങളാണ് ഇതിനെല്ലാം കാരണമെന്ന് ഞാൻ എല്ലാവരോടും പറയുമെന്ന് പറയുന്നുണ്ട്. അന്നൊരു കാര്യം ചെയ്യേ, നീ ആരോടാണെന്ന് വെച്ചാൽ പോയി പറയേ, എനിക്കൊരു കുഴപ്പമൊന്നുമില്ല എന്ന് നമ്മുടെ മിനിസ്റ്ററും അവനോട് പറയുന്നുണ്ട്. അങ്ങനെ മിനിസ്റ്റർ ആണെങ്കിൽ ജോമിൻ്റെ അച്ഛനെ കാണാൻ പോകുന്ന സമയത്ത് നമ്മുടെ ബിയുടെ അമ്മ അവിടെ ഉണ്ടാവും. അമ്മ പറയുന്നുണ്ട്, നിങ്ങൾ പോയിട്ട് കാര്യമില്ല, കാരണം നിങ്ങളാണ് എല്ലാം ചെയ്തതെന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പൊക്കോളൂ, എല്ലാ പ്രൂഫും ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് പറയുന്നുണ്ട്. ഇതറിഞ്ഞ മിനിസ്റ്റർ ആണെങ്കിൽ അവൻ്റെ ബോഡി ഗാർഡിനോട് പറയുന്നുണ്ട്, രണ്ടുപേരെ ഏർപ്പാടാക്ക്, ആളുടെ മോൾക്ക് ഞാനൊരു പണി വെച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ അന്ന് രാത്രി നമ്മുടെ തേ നിൽക്കുമ്പോഴേക്കും അവൻ്റെ കുട്ടി ഓടി വരാണ്. നിനക്ക് ചോമങ്കളിനെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് ഇഷ്ടമായി എന്ന് പറയുന്നുണ്ട്. അതിൽ അവൻ ഇൻഡയറക്റ്റായിട്ട് ഹസ്ബൻഡായിട്ട് കൊണ്ടുവരട്ടെ എന്നുള്ളൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. അങ്ങനെ അവൻ എന്തോ ആലോചിക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ തന്നെ തേയാണെങ്കിൽ മോളെയും കൂട്ടിയിട്ട് ജോമിൻ്റെ വീട്ടിലേക്ക് വന്നേക്കാണ്. അവിടെ വന്നിട്ട് മോളെ അവിടെ കൊടുക്കുന്നുണ്ട്. അന്നാണ് ജോമിനും നമ്മുടെ തേയ്ക്കും കൂടെയുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. പോകുന്നതിന് മുമ്പ് അവന് കുടിക്കാനായിട്ട് തണുത്ത വെള്ളം കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് കുടിക്കണം, അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാവും എന്നെല്ലാം പറയുന്നുണ്ട്. കേവാണെങ്കിൽ പുറകിൽ നിന്ന് വിളിച്ച് പറയുന്നുണ്ട്, ഡീഹൈഡ്രേഷൻ അല്ല, നിന്റെ ആരെങ്കിലും 3 പേര് അത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകാണ്. അവർ പോയി കഴിഞ്ഞ ശേഷം യോയോട് പറയുന്നുണ്ട്, നിനക്ക് എങ്ങനെയാണ് ഇതൊക്കെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റാന്ന്? അത് കുഴപ്പമൊന്നുമില്ല, എല്ലാ കാര്യവും എന്നോട് ജോമി ഇന്നലെ പറഞ്ഞു, ഞങ്ങളിപ്പോൾ ബോയ് ഫ്രണ്ട്സ് ആണ്, അതുകൊണ്ട് അവൻ്റെ എക്സ് വേറൊരു പെണ്ണിനെ പ്രഗ്നൻ്റ് ആക്കിയ കാര്യമൊക്കെ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഇതിലേക്ക് ഇവർ ഭയങ്കര സന്തോഷമായി, കാരണം ഇവർ ഓൾറെഡി ഇപ്പോൾ ബോയ് ഫ്രണ്ട്സ് ആയി കഴിഞ്ഞല്ലോ. അങ്ങനെ നമ്മുടെ ജോമും തെയ്യുവാണെങ്കിൽ അവരുടെ റിസർച്ചിൻ്റെ കാര്യമൊക്കെ അവിടെ പറയുന്നുണ്ട്. അതിനുശേഷം തിരിച്ചു പോവുകയാണ്. അപ്പോൾ രണ്ടുപേരും സന്തോഷമായിട്ടിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് വൈകുന്നേരം നമ്മുടെ യോയാണെങ്കിൽ സ്കൂളിൽ വിട്ട് വന്ന ഉടനെ എന്നെ മുത്തശ്ശീനോട് ചോദിക്കുന്നത് ജോം എന്തേന്നാണ്. ജോം പാടത്ത് കാണും, തേയിൻ്റെ ഒപ്പം ഒന്നും പറയുന്ന കേൾക്കലും. നമ്മുടെ യോയാണെങ്കിൽ സൈക്കിൾ എടുത്തിട്ട് ഓടാണ്. പെട്ടെന്ന് തന്നെ അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ നിന്നെക്കുറിച്ച് ഓർത്ത് ഭയങ്കര വെറീഡാണ്, അതുകൊണ്ടാണ് ഞാൻ പിക്ക് ചെയ്യാൻ വന്നത്, നീ ബിസി ആണെങ്കിൽ കുഴപ്പമില്ല, ഞാൻ പൊക്കോളാന്ന് പറയുന്നുണ്ട്. നമ്മുടെ ദൈവം പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ജോബിനെ ഞാൻ നന്നായിട്ട് നോക്കിക്കോളാന്ന്. ജോബ് പറയാണ്, അതിൻ്റെ ആവശ്യമില്ല, ഞാൻ യോൻ്റെ ഒപ്പം പൊക്കോളാം, കാരണം എൻ്റെ ബോയ് ഫ്രണ്ടാണ് എന്നെ പിക്ക് ചെയ്യാൻ വന്നതെന്ന്. തേക്കൊക്കെ പറയുന്നുണ്ട്, എൻ്റെ ബോയ് ഫ്രണ്ട് എൻ്റെ ഒരു ക്യൂട്ടാണ്, എന്നെ പിക്ക് ചെയ്യാനൊക്കെ ഇത്രയും ദൂരം സൈക്കിൾ കൂട്ടി വന്നല്ലോ എന്നൊക്കെ. ഇത് കേൾക്കുന്ന തേക്കാണെങ്കിൽ എന്തോ ഒരു ഗിൽറ്റി ഫീലിംഗ് തോന്നുന്നുണ്ട്. അങ്ങനെ തിരിച്ച് വീടെത്തിയ യോയാണെങ്കിൽ നല്ല രീതിക്ക് ദേഷ്യപ്പെട്ട് തന്നെയൊക്കെയാണ് നമ്മുടെ ജോമിൻ്റെ കൈ പിടിച്ച് വലിച്ച് മുറുക്കിയാണ് അകത്തേക്ക് കൊണ്ടുപോകുന്നത്. മുത്തശ്ശിയുടെ മുമ്പിൽ പോയി പെടുന്നുണ്ട്. എന്താണ് ഇത്ര വൈകിയെന്ന് വെക്കുന്നുണ്ട്. അത് മീറ്റിംഗ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ കുട്ടി എന്നൊരു പാവമാണ്, അതിൻ്റെ അമ്മ അതിനിങ്ങനെ ഉപേക്ഷിക്കണ്ടായിരുന്നു എന്ന് പറയാണ്. അതല്ല ഇത്ര പെട്ടെന്ന് നീ എന്തിനാണ് ഇവനെയും വിളിച്ചുകൊണ്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് പഠിക്കാനുണ്ടായിരുന്നു, അതൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയാണ്, അന്ന് എങ്ങോട്ടെങ്കിലും പൊക്കോളാം മുത്തശ്ശി പറയുന്നുണ്ട്. പക്ഷെ അവർ പോകുന്നത് മുത്തശ്ശി വേറൊരു രീതിയിലാണ് നോക്കുന്നത്. കാരണം മുത്തശ്ശിക്കും ഇവർ തമ്മിൽ റിലേഷൻഷിപ്പിൽ ആണ് എന്നുള്ളൊരു കാര്യം കത്തിയിട്ടുണ്ട്. അതാണ് മുത്തശ്ശി അങ്ങനെ നോക്കുന്നത്. അങ്ങനെ റൂമിൽ ചെന്ന ഉടനെ തന്നെ നമ്മുടെ യോയാണെങ്കിൽ
ജോബിനെ പിടിച്ചിട്ട് നല്ല രീതിക്ക് ഡീപ്പായിട്ട് കിസ് ചെയ്യാണ്. കിസ്സിങ് കഴിഞ്ഞിട്ടുള്ളൂ കാര്യം എന്നുള്ള രീതിയിലാണ് അവൻ മത്സരിച്ച് കിസ് ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് പേടിയാണ്, കാരണം നല്ലൊരു മെച്ചോർഡായിട്ടുള്ള ആളാണ്, പൈസക്കാരനാണ്, നല്ല ജോലിയുണ്ട്, നീ അവൻ്റെ ഒപ്പം പോകുമെന്ന് എനിക്ക് പേടിയുണ്ട്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സ്റ്റുഡൻ്റാണ്, ഒന്നുമില്ല എന്ന്. പക്ഷേ നമ്മുടെ ജോബ് അവന് ആത്മവിശ്വാസം കൊടുക്കുകയാണ്. കാരണം നമ്മളിപ്പോൾ ബോയ് ഫ്രണ്ട്സാണ്, അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല, അതൊക്കെ എൻ്റെ പാസ്റ്റ് അല്ലേ, അവൻ്റെ അപ്പം ഞാൻ ഒരിക്കലും എന്തായാലും ഒരു റിലേഷൻഷിപ്പിൽ ഇനിയാവില്ല എന്ന്. അങ്ങനെ അന്ന് രാത്രിയാണെങ്കിൽ കാണാനായിട്ട് ചെന്നിട്ടുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നീ ഇങ്ങോട്ട് വന്നത് ജോലിക്കോ നിന്റെ റിസർച്ചിൻ്റെ ഭാഗമായിട്ടല്ലെന്ന് എനിക്കറിയാം, പക്ഷെ ജോബിനെ നീ വിട്ടോളൂ, കാരണം ഞാൻ അവനെ നല്ല രീതിക്ക് പ്രൊട്ടക്റ്റ് ചെയ്യും. നിന്റെ സമയം ഭയങ്കരമായിട്ട് വേസ്റ്റ് ആണെന്ന് പറയാണ്. നിന്നെപ്പോലത്തെ ഒരു ചതിയൻ, ഒരു പെണ്ണിനെ പ്രഗ്നൻ്റ് ആക്കിയിട്ട് അവനെ ചതിച്ചൊരു ചതിൻ്റെ അടുത്ത് സമ്മതിക്കില്ല എന്ന് ഞാൻ പറയാണ്. അങ്ങനെ അവർ തമ്മിൽ തല്ലുകൊടുത്താവുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ തന്നെ യോയാണെങ്കിൽ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുകയാണ്. ഇതാർക്ക് വേണ്ടി ഉണ്ടാക്കണേന്ന് ജോമൊന്ന് ചോദിക്കുമ്പോഴേക്കും എൻ്റെ ബോയ് ഫ്രണ്ടിന് വേണ്ടിയാണ്, അവന് വേണ്ടിയിട്ട് ഞാൻ നല്ല രീതിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കും, അത് ഇമ്പ്രസ് ചെയ്യിപ്പിക്കാനാണെന്നൊക്കെ പറഞ്ഞേക്കാണ്. ഓക്കെ, അന്ന് ഫുഡ് എടുത്തോണ്ട് വരാൻ പറഞ്ഞ് ജോമ അവിടെ നിന്ന് പോകുന്നുണ്ട്. പെട്ടെന്ന് യോയിൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നുണ്ട്. അന്നോ നമ്പർ ഇതാണ്, ഇന്ന സ്ഥലത്തേക്ക് പെട്ടെന്ന് പറഞ്ഞു, എനിക്ക് നിങ്ങളെ ഒന്ന് കാണാനുണ്ടെന്നാണ് പറയുന്നത്. യോയ അതേപോലെ അവിടെ ചെല്ലുമ്പോഴേക്കും വേറെ ആരുമല്ല, നമ്മുടെ മിയ തന്നെയാണ്. അവളെ കണ്ട് അവനൊന്ന് പേടിക്കുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തേക്കുന്നത്, FB-യിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടല്ലോ താനും നമ്മുടെ ജോമും തമ്മിൽ റിലേഷൻഷിപ്പിലായെന്ന്, അതിൽ വല്ല സത്യം ഉണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് അവനെ ഇഷ്ടമെന്നുള്ള കാര്യം ഞാൻ അവനോട് പറഞ്ഞു, ജോമാണെങ്കിൽ എസും പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. നീയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും എന്ത് ചതിയാണ് ചെയ്തത്, എനിക്ക് ജോമിനോട് അത്ര ഇഷ്ടമുള്ള ആരും നിനക്കറിയില്ലേ, ഇനി നീ എൻ്റെ കൺമുമ്പിൽ വരരുത്, പൊക്കോ, എങ്ങോട്ടെങ്കിലും പൊക്കോളാൻ പറയുന്നുണ്ട്. അതേപോലെ തന്നെ തിരിച്ചു പോകാൻ നിൽക്കുന്ന സമയത്താണ് ഒരു ഫോൺ കോൾ അവൻ കേൾക്കുന്നത്. സാറ് പറയുന്ന പോലെ ഞാൻ അവളെ പിടിച്ചുകൊണ്ട് വരാം, അതിന് എനിക്ക് യാതൊരു കുഴപ്പമില്ല, വെയിറ്റ് ചെയ്യുക, അവൾ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവൻ തിരിച്ചു വന്നിട്ട് പറയുന്നുണ്ട്, നിനക്ക് എന്നോട് ദേഷ്യമൊന്നും എനിക്കറിയാം, പക്ഷെ ഞാൻ പറയുന്നത് നീ എന്നോട് ശ്രദ്ധിച്ചിപ്പോൾ കേൾക്കണമെന്ന്. പെട്ടെന്ന് തന്നെ അവൾ പറയുന്നുണ്ട്, അങ്കിളെ ബാ നമുക്ക് പോകാമെന്ന്. അപ്പോഴാണ് അവന് അത് മനസ്സിലാവുന്നത്, അവളുടെ അങ്കിൾ അതായത് കാർ ഡ്രൈവർ തന്നെയാണ് ചാരൻ. ഈ ഒരു സീൻ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.